അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റഹ്മാൻ എന്ന വാക്ക് ഫഅലാൻ വസ്നാണ്. ഫഅലാൻ വസ്ന് ഗൈറ് മുൻസരിഫാണ്, സിഫത്താണ്, ഫഅലാൻ വസ്നാണ് എന്ന രീതിയിൽ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ റഹ്മാൻ എന്ന വാക്ക് ഗൈറ് മുൻസരിഫാണോ അല്ലേ എന്ന ചർച്ചയാണ് മുസന്നിഫ് അടുത്തതായി നടത്തുന്നത്. സിഫത്താണ്, അതേസമയം ഫഅലാൻ വസ്നാണ്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ വാക്ക് ഗൈറ് മുൻസരിഫാണ്. ഇവിടെ ലോകത്തിൻ്റെ പണ്ഡിതന്മാരടുക്കൽ ഫഅലാൻ വസ്ന് അത് ഗൈറ് മുൻസരിഫ് ആവണമെങ്കിൽ അതിന് പുറമെ മറ്റൊരു നിബന്ധന കൂടെയുണ്ട്. അതെന്താണ്? അതിൻ്റെ മുഅന്നസ്, ഫഅലാൻ എന്ന വാക്കിൻ്റെ മുഅന്നസ് ഫഅലാനത്ത് എന്ന ആവരുത്, അഥവാ അതിൻ്റെ മുഅന്നസ് ഫഅല എന്നാവണം എന്നർത്ഥം. അപ്പോൾ അത് ഒരു ലഫ്ലിയായ ഖിലാഫ് മാത്രമാണ്, രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്നാണ്. ഫഅലാൻ എന്ന വസ്ന് ഗൈറ് മുൻസരിഫ് ആവണമെങ്കിൽ അവർ നിബന്ധന പറഞ്ഞത്, ചില ഇമാമിങ്ങൾ ഭാഷാ പണ്ഡിതന്മാർ നിബന്ധന പറഞ്ഞത് ഫഅലാൻ എന്നതിൻ്റെ മുഅന്നസ് ഫഅലാനത്ത് എന്നാവരുത്. ചില ആളുകൾ പറഞ്ഞത് അതിൻ്റെ മുഅന്നസ് ഫഅല എന്നാവണം. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഫഅലാനത്ത് ആവരുത് എന്ന് പറഞ്ഞാൽ ഫഅല ആവണം, ഫഅല ആവണം എന്ന് പറഞ്ഞാൽ ഫഅലാനത്ത് ആവരുത്. അപ്പോൾ ഈ രീതിയിലാകുമ്പോഴാണ് ഫഅലാൻ എന്ന വസ്ന് അത്ഷാൻ, ലംആൻ എന്നൊക്കെ പറയുന്നത് പോലെ അത് ഗൈറ് മുൻസരിഫായി പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ റഹ്മാൻ എന്നത് ഏതാണ്? അതാണ് ഇവിടെ ചർച്ചാ വിഷയം. അപ്പോൾ എന്തുകൊണ്ടത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ അലമ് പോലെ ആയിത്തീർന്ന ഒരു സിഫത്താണ്. സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തഅനീസിൻ്റെ ചർച്ചയില്ല. അപ്പോൾ പിന്നെ അത് ഏത് ഗണത്തിൽ പരിഗണിക്കണം? ഈ രണ്ട് ഖിലാഫ് അവിടെ കടന്നു വരും. റഹ്മാൻ എന്നതിൻ്റെ മുഅന്നസ് ഫഅലാനത്ത് വസ്നിൽ ഇല്ല, അതുകൊണ്ട് റഹ്മാൻ എന്നത് ഗൈറ് മുൻസരിഫാണ് അവരുടെ അഭിപ്രായ പ്രകാരം. പിന്നെ അതിൻ്റെ മുഅന്നസ് ഫഅല എന്നാവണം എന്ന് പറയുന്ന ആളുകൾ പക്ഷേ അള്ളാഹുവിൻ്റെ കേസിലായതുകൊണ്ട് മുഅന്നസിനെ കുറിച്ച് ചർച്ചയില്ല, അതുകൊണ്ട് അവരൊടുക്കൽ അത് മുൻസരിഫാണ്. അപ്പോൾ ഇവിടെ തആറുദ് വരുന്നുണ്ട്. ഒരു വാക്ക് തന്നെ മുൻസരിഫും ഗൈറ് മുൻസരിഫും ആയി തീരുന്നുണ്ട്. ഫഅലാനത്ത് ഓൾറെഡി മുഅന്നസ് ഇല്ല, അതുകൊണ്ട് അവരടുക്കൽ അത് ഗൈറ് മുൻസരിഫാണ്. പിന്നെ മറ്റ് അഭിപ്രായ പ്രകാരം അതിൻ്റെ മുഅന്നസ് ഫഅല എന്നാവണം, സ്വാഭാവികമായിട്ടും ഫഅല എന്നാവേണ്ടതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ കേസിൽ മുഅന്നസ് ഇല്ലാത്തത് കൊണ്ട് അവരെ മദ്ഹബ് പ്രകാരം അത് മുൻസരിഫാണ്. അപ്പോൾ ഒരേ വാക്ക് മുൻസരിഫും ഗൈറ് മുൻസരിഫും ആകാം എന്ന അടിസ്ഥാനത്തിൽ ഇവിടെ തആറുദ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ മുസന്നിഫ് മുഖ്താറാക്കുന്നത് ആ വാക്ക് ഗൈറ് മുൻസരിഫ് തന്നെയാണ്. അതാണ് ചർച്ച. വൽ അദ്ഹർ അന്നഹു ഗൈറു മസ്റൂഫ്. ഗൈറു മസ്റൂഫ് എന്ന് പറഞ്ഞാൽ ഗൈറ് മുൻസരിഫ്. റഹ്മാൻ എന്ന വാക്ക് അത് ഗൈറ് മുൻസരിഫാണ്. ഗൈറ് മുൻസരിഫ് ആകുമ്പോൾ മുമ്പ് പഠിച്ചു പോയത് തന്നെയാണ്, എന്നാലും ഓർക്കാൻ വേണ്ടി പറയാമെന്ന് മാത്രം. ഗൈറ് മുൻസരിഫ് ആകുമ്പോൾ തൻവീൻ ഉണ്ടാവില്ല, അതുപോലെ പിന്നെ ഫതഹത്ത് കൊണ്ടായിരിക്കും ജറ്. എന്നാൽ അലിഫ്ലാമ് ചേരുമ്പോൾ അർ-റഹ്മാൻ എന്ന് പറയുമ്പോൾ ആ വിഷയം ചർച്ച വരുന്നില്ല. എന്തുകൊണ്ട്? അലിഫ്ലാമോ ഇലാഫത്തോ വരുന്ന സമയത്ത് പിന്നെ ഗൈറ് മുൻസരിഫിൻ്റെ ഹുക്കം ഇല്ലല്ലോ. ഏതായാലും അന്നഹു ഗൈറു മസ്റൂഫ്, റഹ്മാൻ എന്നത് ഗൈറു മസ്റൂഫാണ്, ഗൈറു മുൻസരിഫാണ്. വ ഇൻ ഹദറ, മുബാലഗത്തിന് വേണ്ടി പറയാണ്, വ ഇൻ ഹദറ ഇഖ്തിസാസുഹു ബില്ലാഹി അൻ യകൂന ലഹു മുഅന്നസ് അലാ ഫഅല ഔ ഫഅലാനത്ത്. ഇത് ഗൈറ് മുൻസരിഫാണ് എന്ന് മുസന്നിഫ് മുഖ്താറാക്കുന്നത് തന്നെ എന്താണെങ്കിൽ കൂടെ വൈൻ ഹദറ മന ഇഖ്തിസാസുഹു ബില്ലാ, റഹ്മാൻ എന്നത് അള്ളാഹുവിന് ഖാസായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അൻ യകൂന ലഹു മുഅന്നസ് അലാ ഫഅല ഔ ഫഅലാനത്ത്, അള്ളാഹുവിൻ്റെ അലമ് പോലെ ഖാസായി വരുന്ന റഹ്മാൻ എന്ന വാക്ക്, ആ വാക്കിന് ഒരു മുഅന്നസ് ഉണ്ടാവുക, ഏത് വസ്നാകട്ടെ, ഫഅല എന്നാവട്ടെ ഫഅലാനത്ത് എന്നാവട്ടെ, രണ്ടാലൊരു വസ്ന് പ്രകാരം മുഅന്നസ് വരിക എന്നത് അത് അള്ളാഹുവിൻ്റെ ഖാസായി എന്ന കാര്യം ആ മുഅന്നസിനെ തടഞ്ഞിട്ടുണ്ടെങ്കിലും, ഫഅലാനത്ത് എന്ന് പിന്നെ ഔ വെച്ച് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഭിന്ന അഭിപ്രായങ്ങളാണ്.
ഇതിൻ്റെ മുഅന്നസ് എപ്പോഴാണ് റഹ്മാൻ ഫഅലാൻ വസ്ന് എപ്പോഴാണ് ഗൈറു മുൻസരിഫ് ആവൽ എന്ന ചർച്ചയിൽ രണ്ട് ഭിന്നാഭിപ്രായങ്ങൾ. അപ്പോൾ രണ്ടഭിപ്രായ പ്രകാരം അവിടെ പിന്നെ ഗൈറു മുൻസരിഫാണ് എന്ന് പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ മുൻസരിഫാണ് എന്ന് പറഞ്ഞുകൂടാ. അപ്പോൾ തആറുദായിട്ടുണ്ട്. പിന്നെ മുസന്നിഫ് ഗൈറു മുൻസരിഫാണ് എന്ന് മുഖ്താറാക്കിയത് എന്തുകൊണ്ടാണ്? ഇൽഹാഖൻ ലഹു, റഹ്മാൻ എന്ന വാക്കിനെ ചേർത്ത് കൊണ്ട് ബിമാ ഹുവൽ ഗാലിബു ഫീ ബാബിഹി, അതിൻ്റെ ബാബിൽ അഥവാ ഫഅലാൻ എന്ന ബാബിൽ അധികവും ഉള്ള വാക്കുകൾ മുഴുവനും ഗൈറു മുൻസരിഫാണ്. അത്തിശാൻ പോലെ അപ്പോൾ മുൻസരിഫാണ്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊണ്ടാണ് പിന്നെ മുസന്നിഫ് ഇത് ഗൈറു മുൻസരിഫാണ് എന്ന് പറഞ്ഞത്. ഇവിടെ തആറുദ് വരുമ്പോൾ പിന്നെ അവിടെ ആ ഹുക്കുമിനെ തഅയീൻ ചെയ്യാൻ മറ്റൊരു വഴി അവലംബിക്കേണ്ടി വരും, സ്വാഭാവികമാണ്. ആ വഴിയാണ് ഇവിടെ മുസന്നിഫ് സൂചിപ്പിച്ചത്. എന്ത്? ഇൽഹാഖുഹു ബിമാ ഹുവൽ അഗ്ലബ് ഫീ ബാബിഹി, ഫഅലാൻ എന്ന ബാബിൽ അഗ്ലബ്, അക്സർ, ആം ഒക്കെ ആയി വരുന്നത് ഏതാണ്? ഗൈറു മുൻസരിഫാണ്, സക്രാൻ പോലെ. അപ്പോൾ അതുകൊണ്ട് ഈ വാക്കിനെ ഇൽഹാഖൻ ലഹു അതിലേക്ക് ചേർത്തിട്ട് ഗൈറു മുൻസരിഫ് ആണ് എന്നാണ് മുസന്നിഫ് മുഖ്താറാക്കിയത്. അടുത്ത ചർച്ച, ഫൈനമാ ഖസ്സ തസ്മിയത ബിഹാദിഹിൽ അസ്മാഇ ليعلم العارف أن المستحق لأن يستعان به في مجامع الأمور هو المعبود الحقيقي الذي هو مول النعم كلها عاجلها وآجلها جليلها وحقيرها. അടുത്തത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മിയിൽ അള്ളാഹു എന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ റഹ്മാൻ റഹീം എന്ന വിശേഷണം എന്തുകൊണ്ട് കൊണ്ടുവന്നു? ബാക്കി അള്ളാഹുവിൻ്റെ ഔസാഫുകളിൽ ഒരുപാട് വിശേഷണങ്ങളുണ്ടല്ലോ, അതൊന്നും കൊണ്ടുവരാതെ റഹീം റഹ്മാൻ എന്ന വിശേഷണം മാത്രം എന്തുകൊണ്ട് ഖാസാക്കി കൊണ്ടുവന്നു? അതെന്തിനാണ്? ലിയഅലമൽ ആരിഫ്, ആരിഫ്യങ്ങൾ മനസ്സിലാക്കാൻ, അന്നൽ മുസ്തഹിഖ ലിഅൻ യുസ്തആന ബിഹി, ബാ ഇസ്തിആനത്തിൻ്റെ ബാ ആണല്ലോ. അപ്പോൾ ലിഅൻ യുസ്തആന ബിഹി, അള്ളാഹു സഹായം ചോദിക്കാൻ ഏറ്റവും അർഹനായത് അത് ആരാണ് എന്ന് ആരിഫ് മനസ്സിലാക്കാനാണ്. ഫി മജാമിഉൽ ഉമൂർ, എല്ലാ കാര്യത്തിലും സഹായം ചോദിക്കാൻ അർഹനായത് ആരാണ് എന്ന് ആരിഫ് മനസ്സിലാക്കാനാണ് ഈ റഹ്മാൻ റഹീം എന്ന വിശേഷണം കൊണ്ടുവന്നത്. അത് ഹുവൽ മഅബൂദുൽ ഹഖീഖി, യഥാർത്ഥ ആരാധ്യനാണ്. അല്ലദീ, ആ യഥാർത്ഥ ആരാധ്യനാണ്. ഹുവ മൂലിൻ നിഅമി കുല്ലിഹ ആജിലിഹ വ ആജിലിഹ, ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ അനുഗ്രഹത്തിൻ്റെയും ദാതാവ്. മൂലി എന്ന് പറഞ്ഞാൽ മുഴത്ത്, എല്ലാ അനുഗ്രഹത്തിൻ്റെയും ദാതാവ് യഥാർത്ഥ ആരാധ്യനാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ദാതാവ് എന്ന് പറയാൻ കാരണം എന്താണ്? റഹ്മാൻ റഹീം നേരത്തെ പറഞ്ഞല്ലോ, ആയത്ത് പരിഗണിച്ചിട്ടാണല്ലോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ആസാറുകൾ പരിഗണിച്ചിട്ട്. അപ്പോൾ റഹ്മാൻ റഹീം എന്നതിൻ്റെ ആസാറ് തഫദ്ദുൽ ഇഹ്സാനാണ്, അനുഗ്രഹങ്ങൾ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ ആരാധന അവനാണ് അനുഗ്രഹങ്ങൾ നൽകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആജിലിഹ വ ആജിലിഹ, ദുന്യവിയും ഉഖ്റബിയുമായ, ജലീലിഹ വ ഹഖീരിഹ, സ്വർഗം പോലെ ഭയങ്കരമായ അനുഗ്രഹങ്ങളും, ഹഖീരിഹ വളരെ നിസ്സാരമാണെന്ന് മനുഷ്യന് തോന്നുന്ന ചെറിയ അനുഗ്രഹങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്ന ദാതാവ് അവനാണല്ലോ. ആ യഥാർത്ഥ ആരാധനാണ് വാസ്തവത്തിൽ എല്ലാ കാര്യത്തിനും മനുഷ്യന് സഹായം ചോദിക്കാൻ ഏറ്റവും അർഹനായത്. പിന്നെ വസീത്തയുടെ മാനൊക്കെ നേരത്തെ പറഞ്ഞു. റഹ്മാൻ എന്ന വാക്ക് അത് അലമ് പോലെ ആയി തീർന്നിട്ടുണ്ട് എന്ന ചർച്ചയിൽ. അപ്പോൾ എല്ലാത്തിൻ്റെയും എല്ലാ കാര്യത്തിലും എല്ലാ അർത്ഥത്തിലും സഹായം ചോദിക്കാൻ അർഹൻ അള്ളാഹുവാണ്. അവനാണ് യഥാർത്ഥ അനുഗ്രഹദാതാവ്. അത് ആരിഫ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റഹ്മാൻ റഹീം എന്ന വിശേഷണം ബിസ്മിയിൽ കൊണ്ടുവന്നത്. അങ്ങനെ മനസ്സിലാകുമ്പോൾ ഫയതവജ്ജഹ ബിശറാശിരിഹി ഇലാ ജനാബിൽ ഖുദ്സ്, അള്ളാഹുവിൻ്റെ സമക്ഷത്തേക്കാണ് പിന്നെ അവൻ തിരിഞ്ഞു നിൽക്കുക എപ്പോഴും. ബിശറാശിരിഹി, ജമീഅ, കുല്ല് എന്നൊക്കെയുള്ള അർത്ഥം, തമാമ്, അവൻ്റെ എല്ലാ കാര്യത്തിലും പിന്നെ അവൻ ഫേസ് ചെയ്യുന്നത്, അവൻ തിരിഞ്ഞു നിൽക്കുന്നത് ഇലാ ജനാബിൽ ഖുദ്സ്, അള്ളാഹുവിൻ്റെ ഭാഗത്തേക്കായിരിക്കും. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല. എല്ലാ കാര്യത്തിലും തവക്കുൽ ചെയ്ത് അള്ളാഹുവിലേക്ക് ബലമേൽപ്പിച്ചിട്ടായിരിക്കും അവൻ്റെ ജീവിതം ഉണ്ടാവുക. വയതമസ്സക ബിഹബ്ലി തൗഫീഖ്, അള്ളാഹുവിൻ്റെ തൗഫീഖിൻ്റെ പാശം പിടിച്ചായിരിക്കും അവൻ്റെ ജീവിതം മുന്നോട്ട് പോവുക. വയുശ്ഗില സിർറഹു ബിദിക്രിഹി, അവൻ്റെ ഖൽബിൽ എപ്പോഴും അവൻ അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട്
അതിനെ ജീവിപ്പിച്ചു കൊണ്ടേയിരിക്കും. അതിൽ അവൻ്റെ ഉള്ള് എപ്പോഴും അള്ളാഹുവിൻ്റെ ദൈവിക സ്മരണയിൽ വ്യാപൃതമായിരിക്കും. വൽ ഇസ്തിംദാ ബിദിക്രിഹി വൽ ഇസ്തിംദാദ് ബിഹി അൻ ഗൈരിഹി, അള്ളാഹു അല്ലാത്ത മറ്റൊരാളോടും അവന് സഹായം അഭ്യർത്ഥിക്കുകയില്ല. ഇതൊക്കെ അവന് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവ് അള്ളാഹു ആണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ ആരിഫ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബിസ്മിയിൽ അള്ളാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ കൂടെ ബാക്കിയുള്ള അസ്മാവുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇസ്മുകൾ റഹ്മാൻ റഹീം എന്ന് ചേർത്ത് പറഞ്ഞ് തഖ്സീസാക്കി പറഞ്ഞത്.